5 സെന്റ് പ്ലോട്ടിൽ 1700 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഇതിൽ 2 ബാൽക്കണി നിങ്ങൾക്ക് കാണാം. ഒന്ന് ബെഡ്റൂമിൽ നിന്നുമാണ്, മറ്റൊന്ന് കോമൺ ഏരിയയിൽ നിന്നുമാണ് നൽകിയിട്ടുള്ളത്. 4 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമുള്ള ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതിൻ്റെ വീതി വരുന്നത് 4 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് 6 മീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ്. കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മളൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ലിവിങ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ്. അത് വളരെ മനോഹരമാക്കാൻ വേണ്ടി തന്നെ ഒരു ഡബിൾ ഹൈറ്റിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ലിവിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. നമ്മളൊരു ചെറിയ ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി 2 മീറ്റർ 60 സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ വീതി വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ നീളം വരുന്നത് ഒരു 3 മീറ്റർ മാത്രമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലയൻസ് ചോദിക്കാറുണ്ട്, ഈ ഒരു 2.60 സ്പേസിലൊക്കെ ഡൈനിങ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടോ എന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് നമ്മളൊരു 6 സീറ്റർ കൊടുത്തു കഴിഞ്ഞാലും വളരെ വിശാലമായിട്ടുള്ള, അതായത് ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ ഡൈനിങ്ങിന് ചേർന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വാഷ് ഏരിയയും കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് കുറച്ചൊരു സ്പേസ് കുറച്ചിട്ട് 2 മീറ്റർ 65 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി വരുന്നതെങ്കിലും ഇത് വളരെ ഒരു വിശാലമായ ഫീലിങ്ങിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ സൈസ് വരുന്നത് 3 മീറ്റർ വീതിയും 3.80 ലെങ്ത്തുമുള്ള ഒരു കിച്ചണാണിത്. മോഡുലാർ ടൈപ്പിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൻ്റെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ ഇരിക്കുമ്പോൾ കാണുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡൈനിങ്ങിൽ നിന്നും ലിവിങ്ങിലേക്കും അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കും ഇത്ര വളരെ ഓപ്പണായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും വീടുകൾ കൺജസ്റ്റഡ് ആയി പോകാനുള്ള പ്രശ്നങ്ങൾ വരുന്നത്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലിവിങ് റൂം ചെയ്യും, ഇവിടെ നമ്മളൊരു ചുമര് കൊടുത്തിട്ട് അത് പാർട്ടീഷൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ലിവിങ് റൂമും ഓട്ടോമാറ്റിക്കലി കൺജസ്റ്റഡ് ആയി, പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ ഏരിയയും കൺജസ്റ്റഡ് ആയി. അവിടുന്ന് നമുക്കൊരു ഫ്രീ വ്യൂ വീടിൻ്റെ അകത്തേക്ക് കിട്ടാത്ത രീതിയിൽ വരുന്ന സമയത്താണ് പൊതുവേ നമ്മുടെ മിനിമൽ ബഡ്ജറ്റുള്ള വീടുകളൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നാൻ കാരണം. നമ്മൾ കയറി വരുന്നത് ഒരു ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് വരുന്ന ബെഡ്റൂമാണിത്. ഇതിനെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇതിൻ്റെ സൈസ് 3.60 ലെങ്ത്തും 3.30 വിഡ്ത്തുമുള്ള, അതായത് 11 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ബെഡ്റൂമാണിത്. പല ആളുകൾക്കും വരുന്ന സംശയമാണ് 11-12 റൂം എത്രത്തോളം സ്പേസ് ഉണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും ആളുകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഇതാണ് 11-12 ഒരു റൂം. നമ്മളിവിടെ ഇതിനൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബേ വിൻഡോ കൊടുക്കുന്നതോടുകൂടെ തന്നെ റൂമിൻ്റെ സ്പേസ് വളരെ വിശാലമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു ചെയറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ ബേ വിൻഡോൻ്റെ ഒരു സൈസ് പറയുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾ കാൻറ്റിലിവറായിട്ട് സ്ലാബ് കൊടുത്തിട്ട് ഒരു ബീം അടിച്ച് 2 സൈഡും കെട്ടി കൊടുത്തിട്ടാണ് ബേ വിൻഡോ ചെയ്യുന്നത്. ഇതിലൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു കുഷ്യനും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലെ ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 1.40 വീതിയും 2.40 നീളവുമാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ളൊരു ഗ്ലാസ് പാർട്ടീഷനും
വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നെക്സ്റ്റ് ഒരു ബെഡ്റൂം, വീടിൻ്റെ പിൻവശത്തേക്കായിട്ടൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ഒരു ബാത്റൂമാണ് വരുന്നത്. സെയിം സൈസ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും കൊടുത്തിട്ടുള്ളത്. 1.40 വീതിയും 2.40 നീളവുമുള്ള ഒരു ബാത്റൂമാണിത്. ഇത് 10 അടി വീതിയും 12 അടി നീളവുമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ 10-12ൻ്റെ ബെഡ്റൂം എങ്ങനെ വരും എന്നുള്ളവർക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എത്ര സൗകര്യമുള്ള കട്ടിൽ ഉപയോഗിക്കാൻ പറ്റും? ഇതിപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 5 അടിയുടെ കട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ വിൻഡോ കൊടുക്കുന്നതോടുകൂടെ ഈ ഒരു റൂമിൻ്റെ ഫീലിംഗ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. വീടിൻ്റെ മുകൾ വശത്തേക്ക് നോക്കാം. GA പൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൽ ഡിസൈനാണ്. വുഡൻ ഫ്ലോറിംഗ് ആണ് നമ്മൾ ഈ സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു പാസേജ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് നേരെ ലിവിങ് സ്പേസിലേക്ക് കാണാനുള്ള ഒരു കട്ടൗട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ ഒരു 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ 2 ചെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്നത് നെക്സ്റ്റ് ഒരു ബെഡ്റൂമിലേക്കാണ്. ഒരു ബെഡ്റൂം മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തത്. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11-12 സൈസ് വരുന്ന, അതായത് 3.30, 3.60 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിലൊരു ബാൽക്കണി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതോടുകൂടെ ഈ ഒരു റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. മുകളിലുള്ള ബെഡ്റൂമിൽ നമ്മൾ സെയിം താഴെയുള്ള അതേ ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് നോക്കുമ്പോൾ 1.40 വീതിയും 2.40 നീളവുമുള്ള ബാത്റൂമാണ്. ഈ ഒരു പാസേജ് നേരെ വരുന്നത് സെക്കൻഡ് ബാൽക്കണിയിലേക്കാണ്. ഇതൊരു കോമൺ ബാൽക്കണിയാണ്. ഇത് 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു വിശാലമായ ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബാൽക്കണി മനോഹരമാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു റിംഗ് ഒക്കെ നൽകിയിട്ട് ഇവിടെ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൻ്റെയും അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ആ ഒരു ബെഡ്റൂമിൻ്റെ മുകളിൽ വിശാലമായൊരു ഓപ്പൺ ടെറസ് തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 5 സെൻറ്റ് പ്ലോട്ടിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. 1700 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഈ ഒരു വീടിൻ്റെ ഏരിയ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ പ്ലാന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചേച്ചിയാണ്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയൊക്കെ ഉണ്ട് താമസിച്ചിട്ട് ഈ ഒരു വീട്ടിൽ താമസിച്ചിട്ട് സൗകര്യങ്ങളും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ പ്രകാരം ഉള്ളത് സാറ്റിസ്ഫൈഡ് ആണോ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് ചേച്ചി പറയും.
വെളിച്ചുണ്ട്. പിന്നെന്താ നല്ല ഇതൊരു നല്ലൊരു അന്തരീക്ഷമാണ് വീട്ടില്. ഞാൻ എണീക്കുമ്പോ തന്നെ ഒരു ഇഷ്ടമാണ് അടുക്കളയിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും നല്ലൊരു പ്രത്യേകിച്ച് പാർട്ടീഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ കിച്ചൺ ഓപ്പണാണ്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു പിന്നെ ഇതുപോലെ ഡബിളായിട്ട് കൊടുത്ത് പിന്നെ സ്റ്റെയറും ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ്. അതായത് മൊത്തത്തിലൊരു കൺജസ്റ്റഡ് ഫീലിംഗ് ഉണ്ട്. ചിലപ്പം ഹൗസ് വാമിംഗ് ആളുകളൊക്കെ എന്താ പറയുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 പേരെ കാർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ധാരാളം ചെയ്തത് തന്നെ കിട്ടും. അതായത് വളരെ ഹാപ്പിയാണെന്ന് അറിയുന്നതിന് വളരെ സന്തോഷം. ഞാനിപ്പോൾ നമ്മളിപ്പോൾ 10-15 വീടുകളോളം ചെയ്തതിന്റെ റിവ്യൂസ് എടുക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ പ്ലാനിൽ ഹാപ്പിയാണ്. സഹായിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ ഇതന്നെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലിവിംഗ് റൂം ഇവിടെ ചെയ്തു, പിന്നെ ലിവിംഗ് റൂം അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. 2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 പ്ലാൻ 1 ലക്ഷത്തിലെ ലിവിംഗ് അവിടെ ചെയ്തു, പിന്നെ ലിവിംഗ് ഇങ്ങോട്ട് നട്ടു. അപ്പം 2 പ്ലാന് ഞാൻ പ്ലാനിന്റെ ഒരു ചാനലിൽ പ്ലാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും പ്ലാന് എല്ലാവരും ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഓക്കെ, അപ്പം താങ്ക് യു.